ഞങ്ങളെ കുളിപ്പിച്ച് വെച്ചാൽ ഈ വരുന്ന ആളുകൾക്ക് നിസ്കരിച്ചൂടെ? ഈ ഭാഗത്ത് നമ്മളെ മഹല്ലിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഒരു സ്ഥലത്ത്. അപ്പൊ അവർക്കത് അറിയില്ല, വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ? കുളിപ്പിച്ചവിടെ വെക്കുക. ചിലപ്പോ ഈ ഫ്രീസറിലോ ഐസിലൊക്കെ വെച്ച ഉമ്മാന്റെ ബാപ്പാന് മയ്യത്ത് ഒരു നിസ്കരിക്കാനാകാണ്ടാകെ 2-3 സൊഫ. ആളുകൾ മരിച്ചപ്പോ ആയിരക്കണക്കിന് ആൾ വന്നിട്ടുണ്ടാകും, പക്ഷെ നിസ്കാരത്തിനുണ്ടാകത്ര 3 സൊഫ. കാരണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മരിച്ച മയ്യത്ത് രാവിലെ 9 മണിക്ക് മറവ് ചേർന്നാൽ ആളുകളൊക്കെ ഇന്ന് രാത്രി വന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകും. പിറ്റേ ദിവസം മയ്യത്ത് നിസ്കരിക്കാൻ ആകെണ്ടാലും 100-300 ആളാ. നേരെ മറിച്ച് തലേ ദിവസം തന്നെ കുളിപ്പിച്ച് വെച്ചാൽ എത്ര ആയിരക്കണക്കിന് ആളെ നിസ്കാരം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇതും ചിന്തിക്കണം, ഇതും പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയമാകുന്നു എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇനി മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയം പലപ്പോഴും പ്രിയപ്പെട്ട മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ഇത് ഏൽപ്പിക്കരുത്. ഇത് വലിയൊരു ഇടങ്ങേറ് പിടിച്ച സംഗതി കരുതു ചെയ്യരുത്. മയ്യത്ത് കുളിപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീയത്ത് പോലും നിർബന്ധമല്ല. പിന്നെന്തിനാ ബേജാറാണ്? മയ്യത്ത് കുളിപ്പിക്കാൻ നീയത്ത് പോലും നിർബന്ധമല്ല. പിന്നെയോ മയ്യത്തിന്റെ ശരീരം മൊത്തം ഒന്നാകെ ഒന്ന് വെള്ളം ഒലിപ്പിച്ചാലും ശരിയായി, കുളി തീർന്നു. പിന്നെന്തിനാ ഉസ്താദ് എങ്ങനെ ഒരു വലിയ പരിപാടിയൊക്കെ വെച്ച് മയ്യത്ത് പരിപാടിന്ന് ക്ലാസ് എടുക്കണം? അത് പരിപൂർണ രൂപാകാനാ. നമ്മൾ പരിപൂർണ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതിനാണ് കുറച്ച് ബുദ്ധിമുട്ട്. കടമ വീടാനും വാജിബ് വീടാനും ഫറള് വീടാനും വളരെ സിമ്പിളാ. ആ മയ്യത്തിന്റെ ശരീരം മൊത്തം ഒന്നാകെ വെള്ളം ഒലിപ്പിച്ചാൽ ഫറള് വീടും. ഇനി അതിന്റെ പൂർണ്ണമായ രൂപം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോവാണ്. ശരിക്കും ചിന്തിക്കണം സഹോദരിമാരെ, സഹോദരങ്ങളെ, ശരിക്കും ചിന്തിക്കണം. സൗണ്ട് വളരെ കുറവാണ്, എന്നാൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് നല്ല സഹകരിക്കുക. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമു നൽകുമാറാവട്ടെ. ഇതിനെ ബർക്കത്തുണ്ടെങ്കിലും നമ്മുടെ മയ്യത്ത് ഐശ്വര്യമുള്ള മയ്യത്താക്കി അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോ മുസ്ലിമായ മനുഷ്യനെ കുളിപ്പിക്കൽ നിർബന്ധം തന്നെയാണ്. മുസ്ലിമായ മനുഷ്യനെ കുളിപ്പിക്കൽ നിർബന്ധം തന്നെയാണ്. മുസ്ലിമായ മനുഷ്യനെ കുളിപ്പിക്കണം. മുങ്ങി മരിച്ചാലും കുളിപ്പിക്കണം. കടലിൽ പോയിട്ട് പുഴയെ പോയിട്ട് മുങ്ങി മരിച്ചതാണ്. അപ്പോ ആകെ കുളിച്ചിടണല്ലോ, വയറ് നിറയെ വെള്ളമാണ്, വെള്ളം കുറെ കുടിച്ച് ഇനി വേറെ കുളിപ്പിക്കണം. അത് നമ്മുടെ മേൽ ഫർള് കിഫയാണ് കുളിപ്പിക്കരുത്. അവൻ വെള്ളത്തിൽ വീണ് മരിച്ചാലും ശരി, നമ്മൾ കുളിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് മുങ്ങി മരിച്ചാലും കുളിപ്പിക്കൽ നിർബന്ധമാണ്. അതേ എന്റെ കുട്ടി മരിച്ചു, ഞാനാ കുളിപ്പിക്കാൻ കുറെ ദൂരത്ത് പോയിട്ട് ആളെ കൊണ്ടുവരണ്ട. നിങ്ങൾ ചിന്തിക്കണം. കോഴിക്കോട് പുതിയ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഒരു കുട്ടി മരിച്ചു, ആ കുട്ടിന്റെ മയ്യത്ത് കുളിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ മാർക്ക് കല്യാണം കഴിക്കാത്ത, സുന്നത്ത് കഴിക്കാത്ത കുട്ടിയാണ്. പിന്നെ അവരുടെ ലിംഗം, അവരുടെ മുൻദ്വാരം, അതിന്റെ മാർക്കം കഴിച്ചിട്ടുണ്ടാവില്ല, തൊലി നീക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോഴൊക്കെ ചെറിയ കുട്ടികളെ പ്രസവത്തോട് കൂടെ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ 4-5 വയസ്സൊക്കെ ആകും. അതൊരു വലിയ ആചാരമായിട്ട് കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു പന്തലൊക്കെ ഇട്ടിട്ടാ കഴിക്കൽ. അങ്ങനെ കഴിക്കലാണ് സുന്നത്ത് ട്ടോ. അത് വേറെ വിഷയം. ഒരു സദ്യക്ക് ഒരുക്കി കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വലിയ പരിപാടിയാക്കി സുന്നത്ത് കല്യാണം കഴിക്കലാണ് സുന്നത്ത്. ഇന്നത് എളുപ്പമാണ്. കുട്ടി പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ മുറിച്ചിട്ടാൽ പ്രത്യേകിച്ച് ഒരു ചെലവൊന്നും ഇല്ല. പിന്നെ കുട്ടി കരയണത് കേൾക്കും വേണ്ട, കുട്ടി അല്ലെങ്കിൽ തന്നെ കരയല്ലേ. അങ്ങനെയൊക്കെയാണ് കാണാൻ. സുന്നത്ത് കഴിക്കാത്തൊരു ഒരു കുട്ടി മരിച്ചാൽ ആ കുട്ടിയുടെ ലിംഗത്തിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് വെള്ളത്തൂല. സുന്നത്ത് ചേലാക്രമം ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന ആ സ്ഥലത്തേക്ക് വെള്ളത്തണം. അപ്പൊ തോലുകളുടെ നീക്കലൊക്കെ വലിയ പ്രയാസ. അതുകൊണ്ട് തന്നെ വെള്ളം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വെള്ളം എല്ലായിടത്തും എത്തൂല. തേമും ചെയ്യണം. അവ കോഴിക്കോട് വെള്ളയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു കുട്ടി മാർക്ക് കല്യാണം കഴിക്കാത്ത, സുന്നത്ത് കല്യാണം കഴിക്കാത്ത, ഒരു ചേരാക്രമം ചെയ്യാത്ത ഒരു കുട്ടി മരിച്ചു. ആ മയ്യത്തിന് വെള്ളം ഉള്ളിക്ക് ചേരാത്തത് കൊണ്ട് തേമും ചെയ്യണം. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തേമും ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയില്ല, പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പൊ എന്താ അറിയോ, ഒരു ബക്കറ്റില് മണ്ണ് കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബക്കറ്റിൽ മണ്ണ് എന്തിന്? തേമും ചെയ്യാൻ. എന്നിട്ട് അവരോട് നിങ്ങൾ എന്താ ചെയ്യണ വെച്ച്, ഞങ്ങളുടെ കുട്ടിക്ക് തേമും ചെയ്ത് കൊടുക്കാണ്. എന്താ വെച്ച്, ഈ മണ്ണ് കലക്കിയ വെള്ളം ഒന്ന് പാർന്നിട്ട് പിന്നെ നല്ല വെള്ളം പറഞ്ഞാൽ പറ ഉസ്താദേ. ഇത്രയും വിവരക്കേട് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. തേമും ചെയ്യൽ പോലും അറിയൂല. അതും പഠിക്കണം. ഒക്കെ കൂടി ഇന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും പല അപകടത്തിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്തുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എല്ലാ ഭാഗത്തും വെള്ളത്തണം. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് തുന്നിയ മയ്യത്താണെങ്കിൽ യാതൊരു സംശയവുമില്ല, നൂല് വെച്ച് തുന്നല്ലേ, ആ പല ശരീരത്തിന്റെ ഭാഗവും ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകും. അവിടെ വെള്ളത്താൻ കഴിയൂല. 99.4% പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മയ്യത്തും തുന്നിണ്ടാക്കിയ മയ്യത്തും വെള്ളെത്തൂല. തേമും ചെയ്ത് നിർബന്ധമാണ്. പക്ഷേ 1% പോലും ഇത് ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഒരാളും ശ്രദ്ധിക്കാറില്ല. എത്രയോ ഞാൻ അന്വേഷിച്ചതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മയ്യത്തിനെ തേമും ചെയ്ത് തേമും ചെയ്ത് കുളിപ്പിക്കുന്നതിന് പുറമെ വെള്ളം എല്ലായിടത്തും എത്തൂല. അതിന് വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ തുന്നി ചേർത്തിട്ടുണ്ട്, വെള്ളം ഉള്ളിൽ എത്തുന്നില്ലല്ലോ പല ഭാഗത്തും.
പലപ്പോഴും അങ്ങനെ തേമുഞ്ചി നിർബന്ധമാണ്, പക്ഷെ ചെയ്യാറില്ല. ഗൾഫിൽ അപകടത്തിൽ വിട്ട് മരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നാട്ടിൽ അപകടത്തിൽ വിട്ട് മരിച്ചു, അല്ലെങ്കിൽ വേറെ മൊത്തം ഓപ്പറേഷൻ ചെയ്തു, 5 ഓപ്പറേഷൻ ചെയ്തു, കീറി എന്നിട്ട് തുന്നിയിട്ടുണ്ട്. പലപ്പോഴും തൊലി ഉള്ളിൽ പോവും, വെള്ളം എത്തൂല, തേമും ചെയ്യണം, ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയൊന്നും ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, കുട്ടി സുന്നത്ത് കല്യാണം കഴിക്കാത്തതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നല്ല സുഖമാണ്, ശരീരം മൊത്തം ഒന്ന് വെള്ളാക്കിയാൽ മതി, ഒരിടങ്ങറുമില്ല. കുറെ ദൂരത്തേക്ക് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല, ശരീരം മൊത്തം ഒന്ന് വെള്ളാക്കിയാൽ നിർബന്ധം വേണ്ടി. ഇനി അതിന്റെ പൂർണ്ണമായ രൂപമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നു പൂർണ്ണമായ രൂപം. ഈ പൂർണ്ണമായ രൂപത്തിലാണ് ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ, എല്ലാ സുന്നത്തുകളും പാലിച്ച് മയ്യത്ത് അങ്ങ് പരിപാലിക്കപ്പെട്ടാൽ അത് മയ്യത്തിനും ഖൈറാണ്, നമുക്ക് ഖൈറാണ്. അലിയെ വലിയ 2 സ്വർണത്തിന്റെ മലകൾ നിനക്ക് രേഖപ്പെടുത്തപ്പെടും ഒരു മയ്യത്ത് പരിപാലനത്തിന് പോയാൽ. നമ്മളൊക്കെ മയ്യത്ത് പോകാൻ, മയ്യത്ത് കാണാൻ മനസ്സിലാക്കി പൊട്ടന്മാരായി പോയി നമ്മളൊക്കെ. സുഹൃത്തെ, ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പോയാൽ ആ മയ്യത്തിന്റെ കബറിങ്ങ പോയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ടാൽ ആ മണ്ണിന്റെ തൂക്കനുസരിച്ച് മീസാനിൽ തൂക്കുണ്ടാകുന്നു. മുഹമ്മദ് മുസ്തഫ പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാന്റെ എമ്മാന്റെ നിന്റെ സുഹൃത്തിന്റെ മയ്യത്തിന്റെ മുകൾക്ക് നീ വലിയ തുണി കുപ്പായൊക്കെ വലിയ പശ മുക്കി ഭയങ്കര കതറൊക്കെ ഇട്ട് വന്നിട്ട് ആ ഒരു ദമ്മിന് വേണ്ടിയിട്ട് ഒരു പിടി മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാൽ അത്ര തൂക്കേ ഉണ്ടാവുള്ളൂ. അവിടെ കുറച്ച് പിഷ്കത്തിനൊന്നും തോന്നാതെ കുറച്ച് ഇലയിക്കോട്ടെ മണ്ണ് ഇങ്ങോട്ട് വാരിയിട്ട് കൈ നിറയെ മണ്ണുണ്ടെങ്കിൽ അത്രയും നന്മ മീസാനും തൂങ്ങും. ഭയങ്കര കൂലിയാണ്. എവിടെ ഒരു മയ്യത്ത് പരിപാലനത്തിൽ ചാൻസ് കിട്ടിയാലും നീ മുടക്കരുത് എന്ന് തന്റെ സ്വന്തം മരുമകനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് ചെയ്യാം. അതുകൊണ്ട് മയ്യത്ത് കുളിയുടെ പരിപൂർണമായ രൂപമാണ് ഞാൻ പറയുന്നത്. ശരിക്ക് കേട്ടോ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു മറക്കുള്ളിൽ വെച്ചാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഒരു മറക്കുള്ളിലായിരിക്കണം, ശരിക്കൊരു മറ വേണം. പക്ഷേ പലപ്പോഴും പല നാട്ടിലും മറ ഉണ്ടാകാറുണ്ട്, പക്ഷേ മുകൾ ഭാഗം പലപ്പോഴും മറക്കാറില്ല. മുകൾ ഭാഗവും മറക്കണം. മയ്യത്ത് കുളിപ്പിക്കുമ്പോ മറക്കുള്ളിലാകലും ആ മറയുടെ മുകൾ ഭാഗവും മറക്കൽ സുന്നത്താ. ആ മറയുടെ മുകൾ ഭാഗവും പറയണം. ആ ഒരു അറയിലേക്ക്, ആ ഉള്ളിലേക്ക് ഒരു ചെറിയ ദ്വാരം പോലും ഉണ്ടാകാൻ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന അറയിലേക്ക് ഒരു ചെറിയ ദ്വാരം പോലും ഉണ്ടാകരുത്. അങ്ങനത്തെ പ്രത്യേക ഒരു ടാർപ്പ കണ്ട് വെച്ചിട്ടിട്ട് മുകളിൽ അങ്ങ് മടച്ച് ഒരു മറക്കുൾ. നല്ല ബാത്റൂം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സൗകര്യമില്ലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു മറക്കുള്ളിലാണ്. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റുമോ ഉസ്താദേ? പറ്റുമൊക്കെ ചെയ്യും കണ്ടോ. അപ്പോ ഒരു മറക്കുള്ളില് അതിന്റെ മുകൾ ഭാഗവും മറക്കുക. ആ മറയുടെ ഉള്ളിലേക്ക് കാണുന്ന ദ്വാരം പോലും ഉണ്ടാകാൻ പാടില്ല. ആ മറക്കുള്ളിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവനും ഒത്താശ ചെയ്തു കൊടുക്കുന്നവരും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാവരും കയറിച്ചില്ല. ഞാനും മറ്റൊരുത്ത വാർഡ് മെമ്പറാണെന്ന് പറഞ്ഞിട്ട് ഓനും കയറി തന്നെ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കണ റൂമിൽ കുളിപ്പിക്കണ ആളും കുളിപ്പിക്കണവർക്ക് വെള്ളം പാർന്നു കൊടുക്കാൻ 1-2 ആള് എത്ര ആവശ്യത്തിനനുസരിച്ച് അവരും അല്ലാതെ ഒരാളും അങ്ങോട്ട് കയറാൻ പാടില്ല. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ആളുകൾ, ഒന്നുകിൽ ഒരാൾക്ക് മാത്രം കഴിയൂല, വെള്ളം പാർന്നു കൊടുക്കാൻ ഒരാൾ വേണം. അപ്പൊ 2 ആള് പോരെ? അല്ല, ഒരു ഒറ്റയായ സംഖ്യ നല്ലതാണ്. അപ്പൊ ഒരാള് അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9. ചിലപ്പം തുന്നിച്ചേർന്ന മയ്യത്തൊക്കെ ആയിരിക്കേ. അപ്പൊ ചിലപ്പോ 7 ആളൊക്കെ വേണ്ടി വരും. ഒരാൾ കഴിഞ്ഞാൽ പിന്നെ 3, 5, 7, 9 ഇങ്ങനെ ആവശ്യപ്രകാരം ഒറ്റയായ സംഖ്യ നല്ലത്. പെണ്ണുങ്ങൾ ശരിക്കും ചിന്തിച്ചോ. പെണ്ണുങ്ങളെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ കയറുമ്പോൾ ശ്രദ്ധിച്ചോ. 1, 3, 7, 5 ഇങ്ങനെ ഒറ്റയായ സംഖ്യ അനുസരിച്ചാണ് കുളിപ്പിക്കുന്ന റൂമിൽ ആൾ നിൽക്കാൻ വേണ്ടത്. പിന്നെയോ വെള്ളം തെറിക്കാതിരിക്കാനും വെള്ളത്തിലേക്ക് അഴുക്കാകാതിരിക്കാനും വെള്ളം തെറിക്കാത്ത ഉയരത്തിലായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ട വെള്ളം. കുറച്ച് ഉയരത്തിൽ ഇങ്ങനത്തെ ഒരു കട്ടിൽ അറയിലുണ്ടെങ്കിൽ, ഈ കട്ടിലാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതെങ്കിൽ ബക്കറ്റ് താഴെ വെക്കാതെ വേറെ ഒരു തറ ഉണ്ടാക്കിയിട്ട് ബക്കറ്റ് അവിടെ വെക്കുക. ശരിക്കും ചിന്തിക്കുക. എന്റെ ശരിയായ സുന്നത്തായ രൂപമാണ് ഈ പറയുന്നത്. എന്നിട്ട് വെള്ളം തെറിക്കാത്ത ഉയരത്തിലേക്ക് വെക്കുക. ഇനി എന്ത് ചെയ്യണം? ശരിക്ക് ചിന്തിക്കണം സഹോദരന്മാരെ. ഈ മയ്യത്തിന്റെ തല അല്പം ഉയർത്തി കാല് കിബിലയിലേക്ക് നീട്ടി മലർത്തി കടത്തിയല്ലോ. ആ മയ്യത്തിന്റെ മുട്ടുപൊക്കിളിനിടയിൽ മുഴുവനും മറക്കൽ നിർബന്ധം തന്നെയാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ ആ മയ്യത്തിന്റെ മുട്ടുപൊക്കിളിനിടയിൽ മറക്കൽ നിർബന്ധമാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ ശരിക്ക് ചിന്തിക്കണേ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞു, കുളിപ്പിക്കുമ്പോൾ വെള്ളം വെക്കുന്നത് ഉയർന്ന ഭാഗത്താകണം. പിന്നെയോ ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ
ഔറത്ത് മുഴുവനും മറച്ചിരിക്കണം, ശരിക്കും മറച്ചിരിക്കണം. നേരിയതോ അല്ലെങ്കിൽ ഒന്ന് പഴയതോ ആയ ഒരു നീളം കുപ്പായം ഇട്ടുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ആ മയ്യത്തിനെ കടത്തിയത് മുതൽ മുഖം മൂടിയിരിക്കൽ സുന്നത്താണ്. ഈ കട്ടിൽ മയ്യത്തിനെ കടത്തിയിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ മുട്ടുപൊക്കലിന്റെ ഇടയിലൊന്നും മറക്കുക. പിന്നെ പറ്റെങ്കിൽ പഴയതോ ഒരു നേരിയ ഒരു വലിയ നിസ്കാര കുപ്പായം പോലെ കുപ്പായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ വരച്ചിട്ട് കഴുകുക. പിന്നെയോ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ കടത്തിയത് മുതൽ മയ്യത്ത് തുറന്നിടരുത്. മയ്യത്ത് എന്തെങ്കിലും ശീലമുണ്ട്, ആ മയ്യത്തിന്റെ മുഖം എന്താക്കുക, മുഖം മറക്കുക. ശരിക്കും ചിന്തിക്കണേ, മയ്യത്തിന്റെ മുഖം അങ്ങ് മറക്കുക, മുഖം മൂടിയിരിക്കൽ സുന്നത്താണ്. കുളി തുടങ്ങിയിട്ടില്ലട്ടോ, ശരിക്കും പറഞ്ഞുതരാം. പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പലപ്പോഴും ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കണ കാണാറുണ്ട്. സുന്നത്ത് അതല്ല. മയ്യത്ത് തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. മയ്യത്ത് കഴുകേണ്ടെന്ന് കുളിപ്പിക്കുന്നത് തണുത്ത വെള്ളം കൊണ്ടാണ്. അതിന്റെ അടുത്ത് ഫ്രിഡ്ജ് വെച്ച ഐസ് വാട്ടർ എന്നല്ല, തണുത്ത വെള്ളം. പിന്നെയോ ശക്തമായ അഴുക്ക് മയ്യത്തിലുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് സമയമാണ്. അപ്പൊ നമ്മുടെ ജീവല്ലാരോട് നമ്മൾ തണുപ്പത്ത് അങ്ങനത്തെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കൂലല്ലോ. അപ്പൊ എന്താ ചെയ്യാ, ഭയങ്കര ശൈത്യമുണ്ട്, അല്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരത്തിലൊക്കെ അഴുക്കും ചളിയും ചേറൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നേരിയ ചൂടുള്ള വെള്ളം ഉപയോഗിക്കലാണ് സുന്നത്ത്. പിന്നെയോ ഉപ്പുവെള്ളമാവുകയാണ് നല്ലത്. മയ്യത്ത് കുളിപ്പിക്കാൻ ഉപ്പുവെള്ളമാണ് നല്ലത്. ചില നാട്ടിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉപ്പ് കലക്കിയിട്ടാക്കും. കലക്കിയ ഉപ്പുവെള്ളം അല്ല പറഞ്ഞത്, കടയിലെ വെള്ളം കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. ചില സ്ഥലത്ത് ഉപ്പ് കലക്കാറുണ്ട്, ശരിക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, തണുത്ത വെള്ളമാണ് നല്ലത്. അഴുക്കുണ്ടെങ്കിൽ അഴുക്ക് പോകാൻ ചൂടുവെള്ളമാണ് നല്ലത്. ശൈത്യമുണ്ടെങ്കിലും ചൂടുവെള്ളമാണ് നല്ലത്, അല്ലെങ്കിൽ തണുത്ത വെള്ളം. അതുതന്നെ പ്രകൃതിപരമായി ഉപ്പുള്ള കടലിലെ വെള്ളം കൊണ്ട് കഴുകലും കുളിപ്പിക്കലുമാണ് നല്ലത്. അങ്ങനെ ഇനി തുടങ്ങാൻ പോവാണ്. കുളിപ്പിക്കുമ്പോൾ ഒന്നാമതായി എന്ത് ചെയ്യണം, മയ്യത്തിന്റെ വയറ്റിലുള്ള മാലിന്യങ്ങളെ പൂർണ്ണമായി നീക്കിക്കൊടുക്കണം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുളിപ്പിക്കൽ തുടങ്ങുന്നതിന് മുമ്പ് വയറ്റിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. എന്റെ കുളിപ്പിക്കുന്നവന്റെ ഈ തള്ളവിരൽ ഇവിടെ പെരടിക്ക് താഴെ ആ കുഴിയിൽ വെച്ച് ബാക്കി കൈ കൊണ്ട് പുറം കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് കുളിപ്പിക്കുന്നവന്റെ മുട്ടും കാലം മടക്കി വെച്ച് അതിൽ കടത്തി, പിന്നെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇടത്തെ കൈ കൊണ്ട് വയറ് ശരിക്ക് തടവിയിട്ട് വയറ്റിലുള്ള മാലിന്യങ്ങൾ മുഴുവനായിട്ട് അങ്ങ് നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും മനസ്സിലാക്കേണ്ടത് പരിപൂർണമായ രൂപമാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത്, കുളിപ്പിക്കുന്നവന്റെ കൈയിന്റെ തണ്ട വിരൽ ആ പെരടിയുടെ ഭാഗത്തുണ്ടാകുന്ന കുഴിയിൽ വെച്ച് ബാക്കി വിരൽ കൊണ്ട് പുറത്തിന് സപ്പോർട്ട് കൊടുത്ത് കുളിപ്പിക്കുന്നവന്റെ മുട്ടും കാലിൽ ആ മയ്യത്തിനെ ചാരിക്കടത്തി ഇടത്തെ കൈ കൊണ്ട് വയറ് ശരിക്ക് തടവി കൊടുത്ത് മാലിന്യങ്ങൾ നീക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം. ഈ പരിപൂർണമായ രൂപം ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കുളിപ്പിക്കുന്നവന്റെ വലത്തെ കൈ മയ്യത്തിന്റെ ചുമലിലും വലതു കൈയിന്റെ തള്ളവിരൽ തലയുടെ പിൻഭാഗത്ത് ആ കുഴിയിലും വരത്തക്ക രീതിയിൽ വലത്തെ മുട്ടുംകാൽ ഞാൻ കാണിച്ചു തന്നല്ലോ, വലത്തെ കുളിപ്പിക്കുന്നവന്റെ വലത്തെ മുട്ടുംകാലിൽ ആ മയ്യത്തിന്റെ പുറം ചാരി അല്പം പിന്നോട്ട് ചെരിച്ച് ഞാൻ കാണിച്ചു, പിന്നോട്ട് ചെരിച്ച് കിടത്തിയിട്ട് ഇടതു കൈ മയ്യത്തിന്റെ വയറ്റത്ത് ശരിക്കങ്ങ് ഒഴിഞ്ഞ് മാലിന്യങ്ങളൊക്കെ നീക്കി കൊടുക്കുക. ഇതൊക്കെ വളരെ പ്രയാസാകും. മരിച്ച ഉടനെ തന്നെ സന്ധികളൊക്കെ മയമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് മരണം ഉറപ്പായാൽ ഞാൻ പറഞ്ഞ് ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് മയ്യത്തിന്റെ കയ്യും കാലും ഒക്കെ മയമാക്കി കൊടുക്കലും പദമാക്കി കൊടുക്കലുമാണ്. അല്ലെങ്കിൽ കുളിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇങ്ങനെ ഞാൻ കുളിപ്പിക്കുന്നവൻ ആ മയ്യത്തിന്റെ പെരടിയുടെ ആ ഭാഗത്തുണ്ടാകുന്ന കുഴിയിൽ തള്ളവിരൽ വെച്ച് ബാക്കി കൈ കൊണ്ട് ചുമരിന് സപ്പോർട്ട് കൊടുത്ത് എന്റെ വലത് മുട്ടുംകാലിൽ മയ്യത്തിനെ ചെരിച്ചു കിടത്തി ഇടത്തെ കൈ കൊണ്ട് വയറ്റത്തുമല്ല ഒഴിഞ്ഞ് മാലിന്യം നീക്കുമ്പോൾ മറ്റേ ഒത്താശക്കാരൻ വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു തരേണ്ടതാകുന്നു. ആ ഒത്താശക്കാരനായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഇത് നീക്കി ഇനി മയ്യത്തിനെ ശരിക്കും ഇങ്ങോട്ട് മലർത്തി കിടത്തുക. എല്ലാം ചെയ്തു മാലിന്യങ്ങളൊക്കെ നജസ് വയറ്റും നീക്കി കൊടുത്ത് മയ്യത്തിനെ ശരിക്കും ഇങ്ങോട്ട് മലർത്തി കിടത്തി ഇടത്തെ കൈയില് ശീല ചുറ്റണം, ശരിക്കും പിടിക്കണം. മയ്യത്തിനെങ്ങനെ വയറ്റിൽ നിന്ന് മലിനങ്ങൾ മുഴുവൻ നീക്കി
ഇടത്തെ കൈയിൽ പൂർണ്ണമായി ശീല ചുറ്റുക. ഇടത്തെ കൈയിൽ ശീല ചുറ്റാതെ മയ്യത്തിന്റെ പൊക്കിളിനിടയിൽ ഔറത്ത് തൊടല് ഹറാമാണ്. ചിന്തിക്കണത് പലപ്പോഴും വിളിപ്പിക്കുമ്പോ എന്റെ ബാപ്പല്ലേ എന്റെ ഉമ്മല്ലേ, ഒരിക്കലും തന്നെ കയ്യിൽ ശീല ചുറ്റാതെ ചെയ്യരുത്, ഹറാമാണ് മുട്ടുപൊക്കിളിനിടയിൽ തൊടല്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലിനമായതൊക്കെ ഇങ്ങനെ വയറ്റത്ത് തടവി നീക്കിയ ശേഷം ഇടത് കൈ, വലത്തെ കൈയല്ലോ, വലത്തെ കൈയല്ല, ഇടത് കൈയിൽ ശീല ചുറ്റുക. ഇടത്തെ കൈയിൽ ശീല ചുറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇടത്തെ കൈയിൽ ശീല ചുറ്റിയിട്ട് ഗുഹ്യാവയവങ്ങൾ ശരിക്ക് കൈകി കൊടുക്കണം. അതുകൊണ്ട് ഈ ശീല ചുറ്റാതെ മറകൂടാതെ മയ്യത്തിന്റെ ഔറത്ത് തൊടൽ ഹറാമാണ്, ശക്തമായ ഹറാമാണ്. ശീല ചുറ്റല് നിർബന്ധമാണ്. ശീല ചുറ്റൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഇടത്തെ കയ്യില് ഇങ്ങനെ അങ്ങോട്ട് ശീല ചുറ്റിയിട്ട് ശരിക്ക് മയ്യത്തിന്റെ ഗുഹ്യഭാഗങ്ങൾ ശരിക്ക് വൃത്തിയായി കഴുകി കൊടുക്കുക. വൃത്തിയായി കഴുകി എല്ലാ മാലിന്യങ്ങളും നീക്കി കൊടുക്കുകയും ചെയ്യുക. ഇനി ചിന്തിക്കേണ്ടത് മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം. മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. നമ്മൾ ജീവനുള്ള ഒരാൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ടാണ്. മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഇനി ഇടത്തെ കൈയിന്റെ ഈ ചൂണ്ടുവിരൽ ശീല ചുറ്റുക. കുളിപ്പിക്കുന്നവന്റെ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ ശീല ഇങ്ങനെ ചുറ്റിട്ട് പൂർണ്ണമായി അവന്റെ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ പൂർണ്ണമായി ശീല ചുറ്റിയിട്ട് വെള്ളം നനച്ച് മയ്യത്തിന്റെ വായിലിട്ട് പല്ല് തേച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടത്തെ കൈയിന്റെ വിരൽ, വലത്തേതല്ല, ഇടത്തെ കൈയിന്റെ വിരൽ ശീല ചുറ്റിയിട്ട് ആ മയ്യത്തിന്റെ വായിലിട്ട് ശരിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. ജീവനുള്ള ഒരാളെ വായ തുറക്കുന്ന പോലെ മയ്യത്തിന്റെ വായ തുറക്കൽ തെറ്റാണ്. പല്ല് കെട്ട് മയ്യത്തിന് ഇങ്ങോട്ട് തുറന്നു കൊടുക്കാൻ പാടില്ല. പല ആളുകളും ചെയ്യാറുണ്ട്. ചുണ്ട് മാത്രം